എല്ലാവർക്കും നമസ്കാരം. സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം ഒരു തരത്തിൽ ലോകത്തിന് മുൻപിൽ ഇപ്പോൾ നാണം കെട്ട് തന്നെ നിൽക്കുകയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ എന്നുള്ള രീതിയിൽ ഇതുവരെ കേട്ടുകേൾവില്ലാത്ത വമ്പൻ പ്രോജക്റ്റുകളൊക്കെ അവർ കൊട്ടിഘോഷിച്ച് പണിയൊക്കെ തുടങ്ങിയെങ്കിലും ഇപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച മട്ടാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ലൈൻ പ്രോജക്റ്റ്. നമ്മൾ ഒരിക്കലും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതാണ്. ഈ ലൈൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 500 മീറ്റർ ഉയരത്തിൽ, ഇപ്പോൾ ബുർജ് ഖലീഫ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 800 അല്ലെങ്കിൽ അതിൽ കൂടുതൽ അത്രയും മീറ്റർ ആണെങ്കിൽ, 1 കിലോമീറ്ററിന് താഴെ അത്രയും ഉയരമുള്ളൊരു കെട്ടിടമാണെങ്കിൽ, ഇപ്പോൾ സൗദിയിലെ തന്നെ ജിദ്ദ ടവർ അത് 1 കിലോമീറ്റർ അതിന് ഉയരം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ 500 മീറ്റർ, ഇതിന്റെ പകുതി, 1/2 കിലോമീറ്റർ ഉയരത്തിൽ ഏകദേശം ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ നീളം സങ്കല്പിക്കുക. ഒരു 120 അത്രയും കിലോമീറ്റർ നീളത്തിൽ ഒരു ബിൽഡിങ്, ലോകത്ത് ഇതുവരെ കേട്ടുകേൾവില്ലാത്ത ഒരു സംഭവം. അത് തുടങ്ങുകയാണെന്ന് പറഞ്ഞാൽ അതിന്റെ പണിയൊക്കെ ആരംഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു, ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ ന്യൂയോർക്ക് എന്ന് പറയുന്ന നഗരത്തിന്റെ 33 ഇരട്ടി സൗകര്യങ്ങൾ ഈ ഒരു ഒറ്റ സ്ട്രക്ചറിൽ, ഈ ഒരു വലിയ ബിൽഡിങ്ങിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം 1/2 കിലോമീറ്റർ ഉയരത്തിൽ 120 കിലോമീറ്റർ നീളം ഒന്ന് സങ്കല്പിച്ച് നോക്കുക. എന്നാൽ നമുക്കിത് അവിടെ ഉണ്ട് എന്ന് തോന്നാത്ത രീതിയിൽ ഒരു കണ്ണാടി ചില്ലുകൾ കൊണ്ട് പൊതിഞ്ഞതുപോലെ മരുഭൂമിയിലെ മണൽ തന്നെ അവിടെ പ്രതിഫലിച്ച് അവിടെ അങ്ങനെ ഒന്നുണ്ട് എന്നേ തോന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഇത് വരും എന്നാണ് നമ്മൾ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞതും, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ സൗദി അറേബ്യ പറയുന്നത് എന്താണ്? 2030 ആകുമ്പോഴേക്കും ഇതിന്റെ പണി ഏകദേശം നമ്മൾ പൂർത്തിയാക്കും. അപ്പോഴേക്കും ഇതിന് വെറും 2.5 കിലോമീറ്റർ നീളമേ ഉണ്ടാവുകയുള്ളൂ. ഏത് 120 കിലോമീറ്റർ പറഞ്ഞെടുത്താണ് 2.5 കിലോമീറ്ററിലേക്ക് അവർ ഒതുക്കിയത്. 90 ലക്ഷം ആളുകളെ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു മഹാനഗരം പോലെയാണ് ഈ ലാൻഡ് പ്രോജക്റ്റ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് 3 ലക്ഷം ആളുകൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. അത്രയും വലിയൊരു ബിൽഡിംഗ് ആണല്ലോ. അപ്പൊ കൊട്ടിഘോഷിച്ച പല പ്രോജക്റ്റുകളും സൗദി അറേബ്യ തന്നെ മനസ്സിലാക്കുന്നു ഇതൊക്കെ സങ്കല്പങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ നടക്കുന്ന കാര്യമല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പ്രോജക്റ്റുകളൊക്കെ ഉപേക്ഷിച്ചത് എന്ന് ചോദിക്കുന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അല്ലാതെ ഒന്നും കാണാതെ ഇവർ തുടങ്ങില്ല. ഇപ്പോഴാണെങ്കിലും ഇതിന്റെ പണികൾ ചെറിയ പതിപ്പിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ മുമ്പ് പറഞ്ഞ പോലെ ആന കുതിര കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. UAE പോലെ തന്നെ പല കാര്യങ്ങളും ഒന്ന് മാറ്റിപ്പിടിക്കുന്നു. എണ്ണ വരുമാനം മാത്രം പോരല്ലോ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ദുബായ് ഒക്കെ അനുകരിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ നടക്കുന്നു എന്നേ ഉള്ളൂ. ഭാവിയിൽ ഈ എണ്ണ വരുമാനം ഒന്നും ഉണ്ടാകില്ല. ഇത് സൗദി അറേബ്യയുടെ മാത്രം കാര്യമല്ല, മറ്റ് പല ഗൾഫ് രാജ്യങ്ങളുടെയും ഭാവി എന്ന് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇവർ പല മേഖലകളിലേക്കുമൊക്കെ, അല്ലെങ്കിൽ ടൂറിസം, ഇപ്പൊ ദുബായ് സിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ടൂറിസം നല്ലൊരു ഉദാഹരണമാണ്. അപ്പൊ UAE പോലെയുള്ള രാജ്യങ്ങളൊക്കെ അങ്ങോട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ പോലും ഇതുകൊണ്ടൊന്നും ഇപ്പോൾ UAE എന്ന് പറയുന്ന രാജ്യത്തിന് കിട്ടുന്ന അത്രയും വരുമാനം ഒന്നും ഭാവിയിൽ കിട്ടാൻ പോകുന്നില്ല, ഒരിക്കലും കിട്ടില്ല. ഇതുപോലെ തന്നെയാണ് സൗദി അറേബ്യയുടെ കാര്യവും, അല്ലെങ്കിൽ മറ്റേതൊരു ഗൾഫ് രാജ്യങ്ങളുടെയും കാര്യം. എന്തിനിപ്പോ ടൊയോട്ട പോലെയുള്ള വലിയ കമ്പനികൾ പോലും വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ്? ചില കമ്പനികൾ EV-യിലേക്ക് മാറുന്നില്ല, അല്ലെങ്കിൽ ഇലക്ട്രിക് യുഗത്തിലേക്ക് കടക്കാതെ അവർ പരമ്പരാഗത രീതിയിലുള്ള വെഹിക്കിൾസ് മാത്രം ഇറക്കുന്നു. അത് ആ കമ്പനിയെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയാണ്. ആ സമയത്ത് ഇപ്പോൾ ടെസ്ല പോലെയുള്ള കമ്പനികൾ, അല്ലെങ്കിൽ ടെസ്ല പോലും ഒരിക്കൽ കളിയാക്കിയ BYD, ചൈനീസ് കമ്പനി, ബിൽഡ് യുവർ ഡ്രീം എന്നൊക്കെ പറയുന്ന ആ BYD കമ്പനി ഇപ്പോൾ ടെസ്ലയൊക്കെ കടത്തി വെട്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിൽ ചൈന കൂടുതൽ പ്രശോഭിക്കുകയാണ് ഈ മേഖലയിൽ. അപ്പോൾ EV യുഗത്തിലേക്ക് മാറാത്ത കാർ കമ്പനികൾ പോലും അതിന്റെ ഫ്യൂച്ചർ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ രാജ്യങ്ങളുടെ കാര്യം ചിന്തിച്ചു നോക്കുക. ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന ഒന്ന്, കറുത്ത സ്വർണം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അതിന്റെ കാലം പതുക്കെ കഴിയുകയാണ്. ഇനി ഗൾഫ് രാജ്യങ്ങൾക്ക് ഈ പഴയ പകിട്ടൊന്നും ഉണ്ടാകില്ല എന്നുള്ളതിന്റെ ഒരു സൂചനയും കൂടിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ. എന്ന് കരുതി അടുത്ത വർഷം മുതൽ ഇതെല്ലാം തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു എന്നല്ല, കാലം മാറുന്നത് മനസ്സിലാക്കുക. എണ്ണ വരുമാനമുണ്ട്, അല്ലെങ്കിൽ ഭൂമിക്കിടയിൽ എണ്ണയും നാച്ചുറൽ ഗ്യാസും ഒക്കെ ഒരുപാടുണ്ട് എന്നുള്ളതിന്റെ പേരിൽ മാത്രം ഇനി ഒരു രാജ്യത്തിന് നിലനിൽപ്പൊന്നും ഉണ്ടാകില്ല. ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രവാസികളായിട്ട് പോകുന്നതുമൊക്കെ വളരെ കുറയുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഉള്ളവർ തന്നെ തിരിച്ചു വരാൻ തുടങ്ങും. അവിടെ തന്നെ സ്വദേശിവൽക്കരണവും ഒക്കെ കാര്യമായിട്ട് നടക്കുന്നു. സൗദി അറേബ്യ, UAE ഇതുപോലെയുള്ള രാജ്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് അവിടുത്തെ ഭരണാധികാരികളൊക്കെ ഏറ്റവും ലോകത്ത് പ്രശംസ അർഹിക്കുന്ന ആളുകൾ തന്നെയാണ്. കാരണം കയ്യിൽ കിട്ടിയ ഭാഗ്യം നല്ല രീതിയിൽ വിനിയോഗിച്ച് അവർ ആ രാജ്യത്തെ ഇന്നത്തെ അവസ്ഥയിലാക്കി. നേരെ മറിച്ച് ഇപ്പോൾ ഇറാൻ എങ്ങനെയാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ വെനസ്വേല എന്ന് പറയുന്ന രാജ്യം, ലോകത്തെ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ നിക്ഷേപമുള്ള രാജ്യം, എന്തുകൊണ്ട് അങ്ങനെ കിടക്കുന്നു? ഇതൊക്കെ നമ്മൾ പല വീഡിയോകളായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന GCC-യിലെ പല രാജ്യങ്ങളുമൊക്കെ ഏറ്റവും മികച്ച രാജ്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ പല കാര്യങ്ങളിലും ഇവരിപ്പോഴും പുറകിലാണ്. ഇന്ന് ആഗോളതാപനം ഒരുപാട് വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേര് അംഗീകരിക്കും? ആഗോളതാപനം ഏറ്റവും അധികം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ക്രൂഡ് ഓയിലിന്റെ കൺസപ്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ
ഉപയോഗിക്കുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യമാണ്. ഏകദേശം 2 കോടി ബാരൽ വീപ്പയൊക്കെയാണ് ഒരു ദിവസം അമേരിക്ക ഇട്ട് കത്തിക്കുന്നത് എന്ന് പറയാം. 2ാം സ്ഥാനത്ത് ചൈനയാണ്, 3ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. പക്ഷേ ഇന്ത്യയും ചൈനയും ഒക്കെ ലോകത്ത് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യങ്ങളാണ്. 140 കോടിയിലധികം ജനങ്ങൾ ഈ 2 രാജ്യങ്ങളിലുമുണ്ട്. പക്ഷെ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഈ 35 കോടി ജനങ്ങളുള്ള രാജ്യമാണ് ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇതൊക്കെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ചെയ്യണം, അതൊന്നും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷെ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ 4ാം സ്ഥാനം അല്ലെങ്കിൽ മിക്കവാറും 5ാം സ്ഥാനത്ത് വരുന്നത് ഈ ജപ്പാനും സൗദിയും മാറി മാറി നിൽക്കും. അപ്പൊ 4ാമത് അല്ലെങ്കിൽ 5ാമത് എപ്പോഴും വരുന്നത് സൗദി അറേബ്യയാണ്. ഇന്ത്യ ഒരു ദിവസം 40 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ശരാശരി ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ 145 കോടിയോളം ജനങ്ങളുണ്ട്, അത് ഓർക്കുക. എന്നാൽ വെറും 3.5 കോടി ജനങ്ങളുള്ളതിൽ അതിൽ തന്നെ പകുതിയെ സൗദിക്കാരുള്ളൂ യഥാർത്ഥത്തിൽ. അങ്ങനെയുള്ള സൗദി അറേബ്യ ഇന്ത്യ ഉപയോഗിക്കുന്ന അത്രയും തന്നെ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വൈദ്യുതിക്ക് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഡീസാലിനേഷൻ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ തുടങ്ങിയിട്ടാണെങ്കിലും എന്തിനും ഏതിനും ക്രൂഡ് ഓയിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു മയവും ഇല്ലാതെ ഇട്ട് കത്തിക്കുകയാണ്. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഇതിൽ ഒരു പ്രശ്നവും ഇല്ല അവർക്ക്. നേരെ മറിച്ച് ഇന്ത്യയോട് അവർ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൽക്കരി ഇതുപോലെ ഇട്ട് കത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറെ ഉപരോധങ്ങളൊക്കെ പണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൽക്കരി കത്തിക്കുന്നത് നമുക്കിവിടെ അതാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അങ്ങനെ ഇന്ത്യക്ക് കൺട്രോൾ വെക്കുന്നവര് ഈ സൗദിയുടെ കാര്യത്തിലൊന്നും ഇതൊന്നും കാണുന്നില്ല. കാരണം അമേരിക്കൻ ഡോളർ പോലും നിൽക്കുന്നത് എങ്ങനെയാണ്? ഈ പെട്രോ ഡോളർ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ്. അതിൽ പ്രധാന റോള് സൗദി അറേബ്യക്ക് തന്നെയാണ്. അപ്പൊ കേവലം 3-3.5 കോടി ജനങ്ങളുള്ള സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം ക്രൂഡ് ഓയിൽ ഇങ്ങനെ ഒരു മയവും ഇല്ലാതെ ഉപയോഗിക്കുന്നതിലൂടെ എത്ര വലിയൊരു പാരിസ്ഥിതിക പ്രശ്നമാണ് ഉണ്ടാവുന്നത്. ചൈന പോലും ഒരുപാട് സോളാറിലേക്കും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവരുടെ അല്ലെങ്കിൽ അവർ തള്ളുന്ന കാർബൺ എമിഷൻ നല്ല രീതിയിൽ കുറയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ സൗദി പോലെയുള്ള രാജ്യങ്ങളൊന്നും ഇതിൽ വലിയ താല്പര്യം ഒന്നും കാണിക്കുന്നില്ല. ഇപ്പൊ ലോകത്ത് തന്നെ കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ടും എങ്ങനെയാണ്? ഒന്ന്, ഈ തണുപ്പുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയിലെ തന്നെ പല പ്രദേശങ്ങളും ഒക്കെ നാച്ചുറൽ ഗ്യാസും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയും ഇങ്ങനെ പല കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അന്തരീക്ഷം കൃത്രിമമായിട്ട് ചൂട് പിടിപ്പിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാർബൺ അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട്. നേരെ മറിച്ച് ഗൾഫ് രാജ്യങ്ങളാണെങ്കിലോ അവിടെ ചൂട് വളരെ കൂടുതലാണ്. ആ രാജ്യങ്ങൾ തണുപ്പിക്കുമ്പോഴും ഇലക്ട്രിസിറ്റി വേണം അല്ലെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങളും ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അവിടെയും കാർബൺ പുറന്തള്ളുന്നുണ്ട്. ചൂട് കൂടിയെടുത്താണെങ്കിലും ചൂട് കുറഞ്ഞെടുത്താണെങ്കിലും ഇതൊക്കെ കൃത്രിമമായിട്ട് മനുഷ്യൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും അധികം കാർബൺ എമിഷൻ ഉണ്ടാവുന്നത്. ഈ വാഹനങ്ങൾ ഓടുന്നതോ അത് മാത്രമൊന്നുമല്ല, അന്തരീക്ഷം ക്രമീകരിക്കുക എന്നുള്ളത് ഒരു പ്രധാന സ്ഥാനത്തുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആഗോളതാപനത്തിന്റെയും കാലാവസ്ഥാ മാറ്റത്തിന്റെയും ഒക്കെ ഏറ്റവും വലിയ ഉത്തരവാദികൾ ഈ തണുപ്പുള്ള രാജ്യങ്ങളിലും ഒരുപാട് ചൂടുള്ള രാജ്യങ്ങളിലും ജീവിക്കുന്നവരാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ സൗദിയുടെ ഉദാഹരണം പറഞ്ഞതിലൂടെ അത് എത്ര വലിയൊരു അനീതിയാണ് എന്ന് മനസ്സിലായി കാണും. അതായത് ഒരു GDP പെർ ക്യാപിറ്റ നമ്മൾ കണക്കാക്കുന്ന പോലെ ഈ കാർബൺ എമിഷൻ ഒരു പെർ ക്യാപിറ്റ വെച്ച് നോക്കിയാൽ ഈ സൗദി അറേബ്യയിലുള്ളവർ ഒരാൾ തന്നെ പുറന്തള്ളുന്നത് ഇന്ത്യക്കാരും ഒക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കൂടുതലാണ്. ഇപ്പൊ ക്രൂഡ് ഓയിലിന്റെ ഉപയോഗത്തിൽ തന്നെ പറഞ്ഞല്ലോ, 1ാമത് അമേരിക്ക, 2ാമത് ചൈന, 3ാമത് ഇന്ത്യ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളും ഒരു രാജ്യമായിട്ട് എടുത്താൽ അമേരിക്ക കഴിഞ്ഞാൽ യൂറോപ്പ് വരും എന്നുള്ളതാണ് വേറൊരു കാര്യം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.